ദി ആർഗ്രേഡ് വൈറ്റി കേരളത്തിലെ തന്നെ ഏറ്റവും വേഗം വളരുന്ന യൂട്യൂബ് ചാനൽ. വെറും 3 മാസം കൊണ്ട് തന്നെ 10K സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനൽ നേടിയിരിക്കുന്നത്. പല ചാനലുകൾക്കും 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ വർഷങ്ങളെടുക്കുമ്പോഴാണ് ദി ആർഗ്രേഡ് വൈറ്റി ഇത്രയും വേഗം വളർന്നത്. പക്ഷേ ഇത് വെറും ലക്കല്ല. ഇതിനെ ആർഗ്രേഡ് വൈറ്റി പല സ്ട്രാറ്റജീസും തൻ്റെ വീഡിയോസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്ട്രാറ്റജീസ് എല്ലാം ഞാൻ അനാലിസിസ് ചെയ്ത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാവുന്നതാണ്. ഞാനിത് 5 സ്റ്റെപ്പാക്കി മാറ്റി. ഇതിൽ 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്ട്രാറ്റജി, റൈറ്റ് നീഷ്. ഹൗ ടു ഗ്രോ ഓൺ യൂട്യൂബ്. ഇത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ്. മറ്റ് ട്രെൻഡിങ് ടോപ്പിക് മാതിരിയല്ല ഇത്. കാരണം ഇത് യൂട്യൂബിലെ മിക്ക ഓഡിയൻസും പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും എല്ലാ ടൈമിലും കാണുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള ട്രെൻഡിങ് ടോപ്പിക് ഒരു ലിമിറ്റഡ് ടൈം വരെ ട്രെൻഡിങ് ആയി നിൽക്കത്തുള്ളൂ. ആർഗ്രേഡ് വൈറ്റിയുടെ ഫസ്റ്റ് വീഡിയോയിൽ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ഓട്ടോമേഷനെ കുറിച്ചായിരുന്നു. ഇത് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. മലയാളത്തിൽ യൂട്യൂബ് ഓട്ടോമേഷനെ പറ്റിയ വീഡിയോസ് കുറവായിരുന്നു. ആർഗ്രേഡ് വൈറ്റി ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് തൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷേ ട്രെൻഡിങ് ടോപ്പിക്ക് വെച്ച് വീഡിയോ ചെയ്താൽ മാത്രം വ്യൂസ് കൂടില്ല. അതിനായി ആർഗ്രേഡ് വൈറ്റി തൻ്റെ അടുത്ത സ്ട്രാറ്റജി ഉപയോഗിച്ചു, ബിൽഡിംഗ് ദ ട്രസ്റ്റ്. ഏത് പുതിയ ചാനലും നേരിടുന്ന പ്രശ്നമാണ് വ്യൂവേഴ്സിനെ നമുക്ക് പണി അറിയാമെന്ന് ബോധ്യപ്പെടുത്തണം. പല പുതിയ ചാനലുകൾക്കും ഗ്രോ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണവും ഇതാണ്. പക്ഷേ ആർഗ്രേഡ് വൈറ്റിയുടെ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോമേഷൻ ചാനലായ മല്ലു ബിയോണിനെ പറ്റി പറഞ്ഞു. അതിലൂടെ അദ്ദേഹത്തിന് ഈ ടോപ്പിക്കിനെ പറ്റി അറിയാവുന്ന മാത്രമല്ല അത് പരീക്ഷിച്ച് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വ്യൂവേഴ്സിനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഇനീഷ്യൽ ഓഡിയൻസ് കൂട്ടാൻ പറ്റി. ഇനി നമ്മുടെ 3ാമത്തെ സ്ട്രാറ്റജിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതെ, ആർഗ്രേഡ് വൈറ്റി തൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരു ജീനിയസിനെ പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് നിങ്ങൾ നോക്ക്. തൻ്റെ അടുത്ത വീഡിയോയുടെ ടൈറ്റിൽ എന്തുവാണെന്ന് വ്യൂവേഴ്സിനോട് തന്നെ പോലിട്ട് ചോദിക്കുന്നു. ഇതിലൂടെ വ്യൂവേഴ്സ് ഏത് ടൈറ്റിൽ കണ്ടാലാണ് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതുമാത്രമല്ല വ്യൂവേഴ്സ് ആ വീഡിയോ വരാൻ കൂടുതൽ വെയിറ്റിംഗ് ചെയ്യും. ചാനലിലെ ഓരോ അപ്ഡേറ്റ്സും പുതിയ മാറ്റവും പോസ്റ്റിലൂടെ ആർഗ്രേഡ് വൈറ്റി തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കും. ഇതിലൂടെ വ്യൂവേഴ്സുമായിട്ടുള്ള ട്രസ്റ്റും കൂടും. ഇതുമാത്രമല്ല ഈ പോസ്റ്റ് നിങ്ങൾ നോക്ക്. RCB IPL ജയിച്ചപ്പോൾ ഇട്ടതാണ്. ഇത് ചാനലിലെ കണ്ടൻറ്റുമായിട്ട് ബന്ധമില്ലെങ്കിലും ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ ഈ പോസ്റ്റ് എങ്ങനെയായാലും ലൈക്ക് ചെയ്യും. ഇങ്ങനെ ന്യൂ വ്യൂവേഴ്സിനെ കൂട്ടാനും പറ്റും. അപ്പം നിങ്ങൾക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇതുപോലെ ഉപയോഗിച്ചാൽ യൂസ്ഫുൾ ആവും. ഇനി 4ാമത്തെ സ്ട്രാറ്റജിയാണ് തംബ്നെയിൽ പാറ്റേൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആർഗ്രേഡ് വൈറ്റിയുടെ മിക്ക തംബ്നെയിൽസിലും ഗ്രീൻ കളർ കാണും. ഇങ്ങനെ തംബ്നെയിൽ ഒരേ പാറ്റേൺ ആക്കുന്നതിലൂടെ വ്യൂവേഴ്സിൻ്റെ ഡിസിഷൻ ടൈം കുറയ്ക്കാൻ പറ്റും. അതിലൂടെ വ്യൂവേഴ്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ പാറ്റേണിലുള്ള വീഡിയോ കാണുമ്പോൾ ഇത് ആർഗ്രേഡ് വൈറ്റിയുടെ വീഡിയോ ആണെന്ന് മനസ്സിലാവും. അങ്ങനെ അവർ പെട്ടെന്ന് ആ വീഡിയോ ക്ലിക്കും ചെയ്യും. ഈ സ്ട്രാറ്റജി പല ഫേമസ് യൂട്യൂബേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് മിസ്റ്റർ ബീസ്റ്റിൻ്റെ എല്ലാ തംബ്നെയിൽസും ഒരേ പാറ്റേണിലാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രാറ്റജിയാണ് ഫേമസ് യൂട്യൂബേഴ്സിനെ പറ്റി അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. ആർഗ്രേഡ് വൈറ്റിയുടെ വൈറലായ മിക്ക വീഡിയോസിൽ ഈ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഒരു വലിയ ശതമാനം വ്യൂവേഴ്സിനെ കൂട്ടാൻ പറ്റും. കാരണം നിങ്ങൾ ആർഗ്രേഡ് വൈറ്റിയുടെ ഈ വീഡിയോ നോക്ക്. ഇതിൽ വില്ലേജ് ഫുഡ് ചാനലിനെ പറ്റിയാണ് അനാലിസിസ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ വില്ലേജ് ഫുഡ് ചാനലിൻ്റെ വ്യൂവേഴ്സിനെ ആർഗ്രേഡ് വൈറ്റിക്ക് തൻ്റെ ഓഡിയൻസാക്കി മാറ്റാൻ സാധിച്ചു. ഈ സ്ട്രാറ്റജി പല ചാനലുകളും പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഹിന്ദി ചാനലായ ഡീകോഡിംഗ് വൈറ്റി തൻ്റെ ആദ്യത്തെ വീഡിയോ മറ്റൊരു ഫേമസ് യൂട്യൂബറായ അൽഗ്രോയെ പറ്റിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വീഡിയോ വേറെ ഒരു ഫേമസ് യൂട്യൂബറിനെ പറ്റിയാണ്. ഇങ്ങനെ ഡീകോഡിംഗ് വൈറ്റിക്ക് പെട്ടെന്ന് വളരാൻ സാധിച്ചു. ഇപ്പോൾ ഡീകോഡിംഗ് വൈറ്റിക്ക് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല വേറെ പല പുതിയ യൂട്യൂബേഴ്സും ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പുതിയ ചാനൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഫേമസ് യൂട്യൂബേഴ്സിനെ പറ്റി അനാലിസിസ് ചെയ്ത് വീഡിയോ ഇടാം. ഇനി നിങ്ങൾക്ക് അനാലിസിസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.